الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണമെന്ന് പ്രത്യേകം കൽപ്പിച്ച പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാർത്ഥന. അതിന്റെ ഒരു കോപ്പി, അതിന്റെ ഒരു പകർപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കിട്ടും. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇതിന്റെ ഷർഹാണ്, ഇതിന്റെ വിശദീകരണമാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ആമുഖമായി എന്താണ് ഇസ്തിഗ്ഫാർ, എന്തിനാണ് ഇസ്തിഗ്ഫാർ നടത്തുന്നത്, അതല്ലെങ്കിൽ ഇസ്തിഗ്ഫാറിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്തിഗ്ഫാർ എന്ന അറബി പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം റാഗിബുൽ അസ്ഫഹാനി പോലുള്ള ആളുകൾ പറഞ്ഞതുപോലെ തലബുൽ മഗ്ഫിറതി ബിൽ മഖാലി വൽ ഫിആൽ. ഇസ്തിഗ്ഫാർ എന്നതിന്റെ ഭാഷാപരമായ അർത്ഥം അതാണ്. തലബുൽ മഗ്ഫിറ ബിൽ മഖാലി വൽ ഫിആൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപങ്ങൾ പുറത്തു തരാൻ, തിന്മകൾ, തെറ്റുകൾ പുറത്തു തരാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആവശ്യപ്പെടുക. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തന്റെ അടുക്കൽ സംഭവിച്ചുപോയ തെറ്റുകൾ, അബദ്ധങ്ങൾ പുറത്തു നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നതിനാണ് ഭാഷയിൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുക. എന്നാൽ ഇസ്തിഗ്ഫാർ എന്നതിന്റെ ശരിയായ ഉദ്ദേശം എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ആശയം എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹഖീഖത്തുൽ ഇസ്തിഗ്ഫാർ വിഖായത്തു ശർരി ദുനൂബ്. വിഖായത്തു ശർരി ദുനൂബ് എഴുതിയൊക്കെ അറബി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എഴുതിയൊക്കാൻ പറ്റിയ കാര്യം. വിഖായത്തു ശർരി ദുനൂബ്, തിന്മകളുടെ ദോഷഫലങ്ങൾ. തിന്മകൾക്ക് അനേകം ദോഷഫലങ്ങളുണ്ട്. ഉദാഹരണത്തിന്, തെറ്റ് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ ചില കാര്യങ്ങൾ ശിക്ഷിക്കും. അതുപോലെ തന്നെ ഇൽമു നേടാൻ സാധിക്കുകയില്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇൽമു നേടാൻ സാധിക്കുകയില്ല. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒക്കെ അസറുകളിൽ കാണാം, ശകൗതു ലിവഖീഇൻ സുവാ ഹിഫ്ദി ഫഅർശദനി ഇലാ തർക്കിൽ മആസി. ഞാൻ എന്റെ ഉസ്താദായ വഖീഇനോട് ചോദിച്ചു, എനിക്ക് ഹിഫ്ദ് അതിൽ പോരായ്മയുണ്ട് എന്ന് ഞാൻ വഖീഇനോട് പറഞ്ഞു. ഫഅർശദനി ഇലാ തർക്കിൽ മആസി, തിന്മകൾ ഒഴിവാക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു.
വഅഖ്ബറനി അന്നൽ ഇൽമ നൂറുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുള്ള ഒരു പ്രകാശമാണ് ഇൽമ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിൽ ആസി, തിന്മ ചെയ്യുന്നയാൾക്ക് അള്ളാഹുവിന്റെ പ്രകാശം കിട്ടുകയില്ല എന്നും അദ്ദേഹം എനിക്ക് പറഞ്ഞു. അപ്പൊ തിന്മ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പഠിക്കാൻ പറ്റില്ല, പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല, ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ തിന്മക്ക് കുറെ ഷർറുകളുണ്ട്. ഏതൊരു തിന്മ ചെയ്യുന്നതിന് ഷർറുകളുണ്ട്. ഉദാഹരണത്തിന് സലഫുകളുടെ സംഭവത്തിൽ ചില സംഭവങ്ങൾ കാണാം. ഒരാൾ ഒരിക്കൽ ഇതേപോലെ ഞാൻ ഒരിക്കൽ അങ്ങാടിയിലൊരു പ്രശ്നം നടന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ പോയി നോക്കിയത്, എന്താണ് നടക്കുന്നതെന്ന് പോയി നോക്കി. എന്റെ ഉസ്താദ് എന്നെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ പിടിച്ചു വലിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, നീ ഇന്നീ ചെയ്തതിന്റെ ഫലം നീ കുറച്ചു കാലം കഴിഞ്ഞ് അനുഭവിക്കും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ കാലങ്ങൾക്ക് ശേഷം എനിക്ക് ചില സൂറത്തുകൾ മറപ്പിക്കപ്പെട്ടു. തിന്മകൾക്ക് ദീന് മറപ്പിക്കുക എന്ന ഒരു പരിണിത ഫലമുണ്ട്. പല ആളുകളും പറയാറുണ്ട് പഠിക്കാൻ സാധിക്കുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ജീവിതത്തിൽ തിന്മകൾ ഉള്ളതാണ്. ഉണ്ടെങ്കിൽ പഠനത്തിൽ മതപരമായ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത്തരം തിന്മകളുടെ പരിണിത ഫലങ്ങൾ, അനന്തര ഫലങ്ങൾ, അത് ദുനിയാവിലുണ്ട്, ആഖിറത്തിലുള്ള ഫലം എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ശിക്ഷയുണ്ട്. ഈ രണ്ടു കാര്യങ്ങൾ ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ വിഖായത്തു ശർരി ദുനൂബ്, തിന്മകളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്, സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ, പാപമോചനം എന്നത്. ഇത് നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അനേകം പരാമർശങ്ങൾ, അനേകം ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ ഇസ്തിഗ്ഫാറിനുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പറയുക പ്രവാചകരെ, യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളുടെ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരോട് നീ പറയുക പ്രവാചകരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൽ നിന്ന് നീ എന്ത് ചെയ്യാൻ പാടില്ല? നിരാശനാകാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഈ ആയത്തിനെ പറ്റി സലഫുകളിൽ ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ് പോലെയുള്ള, അലി റളിയല്ലാഹു അൻഹു പോലെയുള്ള പലരും പറഞ്ഞത്, അർജാ ആയത്തുൻ ഫീ കിതാബില്ലാഹ് വഅർജാ ആയത്തിൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് എന്നാണ് ഈ ആയത്തിനെ പറ്റി സലഫുകൾ പറഞ്ഞത്. ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്താണ് ഈ ആയത്ത്. സ്വന്തത്തോട് തിന്മ ചെയ്തവരെ നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിന്മകളും പൊറുക്കുന്നതാണ് ഇസ്തിഗ്ഫാർ നടത്തിക്കഴിഞ്ഞാൽ. മാത്രമല്ല, ഇസ്ലാമിൽ ഒരു അമലുമില്ല, അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ തിന്മയും പുറത്തു കിട്ടുന്ന ഒറ്റ അമലുമില്ല ഇസ്തിഗ്ഫാർ അല്ലാതെ. ഇസ്തിഗ്ഫാർ അല്ലാത്ത ഏത് അമൽ ചെയ്താലും ജീവിതത്തിലെ എല്ലാ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമെന്ന ഉറപ്പില്ല. പക്ഷെ ഇസ്തിഗ്ഫാറിന് അങ്ങനെ ഒരു ഫലം കൂടിയുണ്ട്. മാത്രമല്ല, പാരത്രികമായി കുറെ ഉപകാരങ്ങളുണ്ട് എന്നതിനോടൊപ്പം ദുനിയാവിൽ തന്നെ ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകൾക്ക് ഉപകാരമുണ്ട്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞതായി കാണാം, സൂറത്ത് നൂഹിൽ കാണാം, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും, ഞാൻ അവരോട് പറഞ്ഞു, നൂഹ് നബി അലൈഹി സ്വലാം പറയാണ്, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും, ഞാൻ അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, ഇന്നഹു കാന ഗഫാറ, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും,
ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. മാത്രമല്ല നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് വർദ്ധിപ്പിച്ചു നൽകും, അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്താനങ്ങൾ വർദ്ധിപ്പിച്ചു തരും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, തോട്ടങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു നൽകും, നിങ്ങൾക്ക് അരുവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴുക്കി തരും. ഈ ആയത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നോക്കൂ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി കഴിഞ്ഞാൽ, നിങ്ങൾ തെറ്റിൽ നിന്ന് പാപമോചനം നടത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്ന് അള്ളാഹു അറിയിക്കുകയാണ്. അല്ലെങ്കിൽ നൂഹ് അലൈഹി സ്വലാം പറഞ്ഞ് അള്ളാഹു നമ്മെ അറിയിക്കാൻ. ഈ ആയത്തിൽ ഇമാം അൽ ഹസനുൽ ബസറി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കുട്ടിയില്ല, കല്യാണം കഴിച്ചിട്ട് മക്കളായിട്ടില്ല എന്ന് പറഞ്ഞു. വേറെ ചില ആളുകൾ പറഞ്ഞു വീട്ടിൽ പട്ടിണിയുണ്ട് എന്ന് പറഞ്ഞു. വേറെ ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് മഴയില്ല, വരൾച്ച നാടിന് ബാധിച്ചിട്ടുണ്ട്. എല്ലാവരോടും അദ്ദേഹം പറഞ്ഞത് നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നതാണ്. അതിന് അദ്ദേഹം തെളിവായി സ്വീകരിച്ചത് ഈ ആയത്താണ്. ഇപ്പൊ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന പല ആളുകളുണ്ട്. അവർ പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ അതോടൊപ്പം ഗൗരവത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നത്. ഇസ്തിഗ്ഫാറിന് പാപമോചനം നടത്തുക എന്നതിന് നിങ്ങൾക്ക് ദുനിയവിയായ കുറെ ഉപകാരങ്ങൾ ചെയ്തു തരാൻ സാധിക്കും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, മുഹമ്മദേ അങ്ങ് അവരിലുള്ളിടത്തോളം കാലം അവരെ നാം ശിക്ഷിക്കുകയില്ല, മൊത്തത്തിൽ നശിപ്പിക്കുന്ന ശിക്ഷ അവരെ പിടികൂടുകയില്ല, അതല്ലെങ്കിൽ ആ സമൂഹത്തിലേക്ക് ശിക്ഷ ഇറങ്ങുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, മാത്രമല്ല അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, കാന ഫീഹിം അമാനാനി, മുസ്ലിം ഉമ്മത്തിൽ രണ്ട് സുരക്ഷകൾ ഉണ്ടായിരുന്നു, രണ്ട് സുരക്ഷിതത്വങ്ങൾ ഉണ്ടായിരുന്നു. അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നാമത്തെ സുരക്ഷ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. രണ്ടാമത്തേത് വൽ-ഇസ്തിഗ്ഫാർ, രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിഗ്ഫാറാണ്. ഇത് രണ്ടും ഈ ഉമ്മത്തിന്റെ സുരക്ഷയാണ്, ശിക്ഷ ബാധിക്കാതിരിക്കാനുള്ള. ഉമ്മത്തിനെ എന്ന് മാത്രമല്ല, ഓരോ വ്യക്തികളെയും സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ ശിക്ഷ ബാധിക്കാതിരിക്കാനുള്ള സുരക്ഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ഉണ്ടാവുക, അവർ ഇസ്തിഗ്ഫാർ നടത്തുക എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫദഹബ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി. വബഖിയ അൽ-ഇസ്തിഗ്ഫാർ, ഇനി ബാക്കിയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇസ്തിഗ്ഫാറാണ്. അപ്പൊ അത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതിരിക്കാനുള്ള ഒരു കാരണമാണ് ഇസ്തിഗ്ഫാർ. ശരിയായ അർത്ഥത്തിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്ന്. അപ്പോൾ ഇത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂബ ലിമൻ വുജിദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ഖൂബ, മംഗളങ്ങൾ ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, ഖൈർ ഉണ്ടാകട്ടെ. പല വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട് ഖൂബ എന്നത് എന്തിനാണ്. സ്വർഗം എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ ചില പ്രദേശങ്ങളാണ് പറയുന്നത്. എന്താവട്ടെ, അവന് സ്വർഗമുണ്ട്. ഖൂബ ലിമൻ വുജിദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തന്റെ ഏടുകളിൽ അനേകം ഇസ്തിഗ്ഫാർ കാണാൻ സാധിച്ചവന് അള്ളാഹുവിന്റെ സ്വർഗമുണ്ട്. ഒരു പണിയില്ലാത്ത കാര്യം ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്, പ്രത്യേകിച്ച് പ്രയാസമില്ലാത്ത കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇബ്നു മാജഹ് ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു, യബ്ന ആദം
إنك ما دعوتني ورجوتني غفرت لك ما أبالي. അല്ലാഹു പറഞ്ഞു ആദമിന്റെ സന്തതികളെ, إنك ما دعوتني ورجوتني غفرت لك على ما كان فيك ولا أبالي. നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം غفرت لك ما كان فيك ولا أبالي, നിന്റെ അടുക്കൽ വന്നുപോയ തിന്മകളൊക്കെ ഞാൻ പുറത്തു തരും. ولا أبالي, ഞാൻ ഒരു തിന്മയെയും എന്ത് ചെയ്യില്ല, പരിഗണിക്കുകയില്ല, എല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർക്കേണ്ടതുണ്ട്. പാപങ്ങൾ പുറത്തു കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പലരും പ്രാർത്ഥിക്കാത്തതിനുള്ള കാരണം അല്ലാഹു എനിക്ക് പുറത്തു തരില്ല എന്നുള്ള പ്രതീക്ഷയാണ്. ഇത്രക്ക് തിന്മ ചെയ്തിട്ട് അല്ലാഹുവിനോട് എങ്ങനെ പറയാ? അല്ലെങ്കിൽ ചില ആളുകൾക്ക് തിന്മയിൽ തുടർന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ മടിയാണ്, ഇസ്തിഗ്ഫാർ നടത്താൻ മടിയാണ്. അള്ളാഹിനെ കളിയാക്കണേ തുല്യത, ഇസ്തിഗ്ഫാർ നടത്താതിരിക്കാൻ കഴിയില്ല. രണ്ടാണെങ്കിലും തെറ്റാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൽ, കാരുണ്യത്തിൽ ഒരു കാഫിറിനല്ലാതെ നിരാശയുണ്ടാവില്ല. ലാ യയഅസു മിൻ റഹ്മത്തില്ലാഹി ഇല്ലൽ കാഫിർ. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശനാവുക കാഫിർ മാത്രമാണ്, സത്യനിഷേധി മാത്രമാണ്. അള്ളാഹ് എനിക്കിനി പുറത്തു തരില്ല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പൊറുക്കൽ തേടിയിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുക കുഫറുള്ളവൻ മാത്രമാണ്. വലാ യഅ്മനു മിൻ മക്രില്ലാഹി ഇല്ലാ അൽ മുനാഫിഖ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രത്തിൽ നിന്ന്, മക്രിൽ നിന്ന് നിർഭയനായിരിക്കുക മുനാഫിഖ് മാത്രമായിരിക്കും. രണ്ട് രൂപത്തിൽ ചില ആൾക്ക് സംഭവിക്കാറുണ്ട്. ഒരു വിഭാഗം എന്തായിരിക്കും, ഒരു വിഭാഗം ഇസ്തിഗ്ഫാർ നടത്തില്ല. നിങ്ങളുടെ കാരണം എന്താണ്? ഞാൻ വലിയ പാപിയാണ്, തെറ്റിച്ച കുറെ തെറ്റുണ്ട്, ഞാൻ എങ്ങനെ അള്ളാഹുവോട് പറയും? അങ്ങനെയുള്ള ആളുകൾ അവരിൽ ഒന്നല്ലെങ്കിൽ കുഫറിന്റെ എന്തെങ്കിലും ശാഖ കയറിയിട്ടുണ്ട്, അതല്ലെങ്കിൽ അവർ കുഫറിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം പരിപൂർണമായി അള്ളാഹുന്റെ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും ഒരു മുഅ്മിൻ എന്ത് ചെയ്യില്ല, നിരാശപ്പെടുകയില്ല. അതുപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, അവരുടെ പ്രവർത്തനങ്ങളിൽ അത്ഭുതം കൂടും. രണ്ട് രൂപത്തിലുണ്ടാവാതെ, ഒന്നല്ലെങ്കിൽ അവർ പറയും, ഞാൻ ഇത്ര കാലം തിന്മ ചെയ്ത ആളുകൾ എന്നെ പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തന്ത്രമാണ്, വിട്ടേച്ചു തരുന്നത് അള്ളാഹുവിന്റെ തന്ത്രമാണ്, ഇസ്തിദ്രാജാണ്. പതുക്കെ പതുക്കെ ചില ആളുകൾ നമ്മൾ പറയില്ലേ, ഇസ്തിദ്രാജ് എന്ന പദത്തിന് ചില ആളുകൾ പറഞ്ഞ അർത്ഥം അങ്ങനെയാണ്. ഇങ്ങനെ മീനെ പിടിക്കുമ്പോൾ പറയും, ഇങ്ങനെ വിട്ടു കൊടുത്തിട്ട് ഒറ്റ പിടുത്തം പിടിക്കൂല, അതേപോലെ വിട്ടുകൊടുത്തുള്ള പിടുത്തമാണത്. അതല്ലെങ്കിൽ ചില ആളുകൾ അള്ളാഹുവിന്റെ തന്ത്രത്തിൽ നിന്ന് നിർഭയരാവുക എങ്ങനെയാണ്? അവര് കുറെ നന്മ ചെയ്യുന്നുണ്ടാവും, അവർ വിചാരിക്കും ഞാൻ ഉഷാറാണ്, എനിക്ക് ഇസ്തിഗ്ഫാറിന്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കും. രണ്ടു രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തുള്ള ഹക്കിൽ നിന്ന് ചില ആളുകൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ എന്നോട് ദുആ നടത്തുകയും എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നിനക്ക് പുറത്തു തരും. എത്രത്തോളം നീ എന്നോട് ചെയ്തത് ഞാൻ ചെയ്തത്. യബ്ന ആദമ ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ ثم استغفرتني غفرت لك ولا أبالي. ആകാശത്തിലെ മേഘങ്ങളോളം നിന്റെ പാപങ്ങൾ വർദ്ധിക്കുകയും ശേഷം നീ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഗഫർതു ലക വലാ ഉബാലി, ഞാൻ നിനക്ക് നിന്റെ പാപങ്ങൾ പുറത്തു തരും. ഞാൻ പാപങ്ങളുടെ ആധിക്യത്തെ പരിഗണിക്കുകയില്ല. കുറെ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അള്ളാഹു പരിഗണിക്കുകയില്ല. يا ابن آدم إنك لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. ഭൂമി നിറയെ പാപങ്ങളുമായി നീ എന്റെ അടുക്കൽ വരികയാണെങ്കിൽ, ശിർക്ക് ചെയ്യാതെ നീ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ, ആ ഹദീസിൽ കാണാം ലാ തുശ്രിക് ബി ഷൈഅൻ, എന്നിൽ പങ്കു ചേർക്കാതെ നീ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ,
ഭൂമി നിറയെ പാപമോചനവുമായി അങ്ങന്റെ അടുക്കിലേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നൽകുന്ന അവന്റെ ഔദാര്യമാണ്, അവന്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പാപമോചനം നടത്തേണ്ടതിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്ന ഹദീസുകളാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്താന ഖാല, പിശാച് അള്ളാഹുവിനോട് പറഞ്ഞു, വഇസ്സതിക യാ റബ്ബി ലാ അബ്റഹു ഉഗ്വി ഇബാദക മാ ദാമത് അർവാഹുഹും ഫി അജ്സാമിഹിം. അള്ളാഹുവേ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. നിന്റെ അടിമകളുടെ ശരീരത്തിൽ അവരുടെ റൂഹ് ബാക്കിയാകുന്നിടത്തോളം കാലം ഞാൻ അവരെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ അടിമകളുടെ ശരീരത്തിൽ റൂഹ് ബാക്കിയാവുന്നിടത്തോളം കാലം ഞാൻ അവരെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖാല റബ്ബു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് മറുപടിയായി പറഞ്ഞു, വഇസ്സതി വജലാലി, എന്റെ പ്രതാപവും എന്റെ മഹത്വവും തന്നെയാണ് സത്യം. എന്റെ ഇസ്സത്തും എന്റെ ജലാലത്തും, അത് രണ്ടും തന്നെയാണ് സത്യം. ലാ അസലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ യഥാർത്ഥ സഹോദരൻ, തിന്മ വരില്ല എന്ന് ഒരിക്കലുമില്ല. തിന്മ എന്തായാലും വരും, മനുഷ്യനാണെങ്കിൽ തിന്മ വരും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ചിലതിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെയാണ് സത്യം. ലൗ ലം തുസ്നിബു ലദഹബ അല്ലാഹു ബികും, നിങ്ങൾ തിന്മ ചെയ്യുന്നില്ലെങ്കിൽ, ഒരു തിന്മയും ചെയ്യാത്ത സമുദായമായി നിങ്ങൾ മാറിയാൽ, ലദഹബ അല്ലാഹു ബികും, അല്ലാഹു നിങ്ങളെ ഇല്ലാതെയാക്കും, നിങ്ങളെ എല്ലാവരെയും മരിപ്പിക്കും. വലജാഅ ബിഖൗമിൻ യുസ്നിബൂൻ, എന്നിട്ട് തിന്മ ചെയ്യുന്ന ഒരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരും. ഫയസ്തഗ്ഫിറൂന അല്ലാഹ ഫയഗ്ഫിറു ലഹും, അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളുടെ ധാരണകൾ, ഒരു തിന്മയും ചെയ്യാതെ ജീവിക്കാനല്ല അള്ളാഹുവിനോട് പറഞ്ഞത്. മാനുഷികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ താഴ്മയാണ്. നമ്മൾ ഈ പഠിക്കാൻ പോണ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ പോണ കാര്യമാണ്. ആ പ്രാർത്ഥനയ്ക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് ലഭിക്കാനുള്ള കാരണം ആ പ്രാർത്ഥനയുള്ള താഴ്മയാണ്. ആ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമ കാണിക്കുന്ന വിനയമാണ്. അതാണ് അള്ളാഹു നമ്മുടെ അടുത്തുനിന്ന് വേണ്ടത്. അല്ലാതെ 5 നേരം നിസ്കാരം ക്ലിയറായി കൊണ്ടുനടക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹിനോട് യാതൊരു പേടിയില്ല, അള്ളാഹിനെ യാതൊരു ഭയവുമില്ല, അതല്ല വേണ്ടത്. ശരീരാവയവങ്ങളുടെ പ്രവർത്തനമല്ല, മറിച്ച് അള്ളാഹു ആദ്യം നോക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അല ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ ഫലഹൽ ജസദു കുല്ലുഹു, ശരീരത്തിൽ മാംസകഷ്ണമുണ്ട്, ഇത് ശരിയായാൽ എല്ലാം ശരിയായി. ഫഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് മോശമായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ മോശമായി. അലാ വഹിയൽ ഖൽബ്, അതാകുന്നു ഹൃദയം. മറ്റു ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ഖുലൂബികും വഅമാലികും, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ വസ്ത്രത്തിലേക്കോ അല്ല, വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅമാലികും, മറിച്ച് അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കും പിന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് 2 ഹദീസുകൾ, ആ 2 ഹദീസ് മര്യാദക്ക് ഒരാൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അയാളുടെ ദീന് പരിപൂർണമായി. ഏതാണത്? ഒന്നാമത്തെ ഹദീസ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, ഇന്നമൽ അഅമാലു ബിന്നിയാതി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം നിയ്യത്താണ്. നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനത്തിന് പ്രതിഫലം നൽകപ്പെടുക. ഒന്നാമത്തെ ഹദീസ് അതാണ്. രണ്ടാമത്തെ ഹദീസ് ഏതാണ്? ആർക്കാ പറയാൻ പറ്റുക? രണ്ടാമത്തെ ഹദീസ് ഏതാണ്? 2 ഹദീസുകൾ ഇസ്ലാമിന്റെ അസ്ലാണ്. അത് ചില ആളുകൾ പറഞ്ഞു, പക്ഷേ ഈ 2 ഹദീസ് എല്ലാവരും യോജിച്ച ഹദീസാണ്. അല്ല, മൻ അമില അമലൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകൾ പറയാറുള്ള റിവായത്ത് അതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ റിവായത്ത്, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്.
ആരെങ്കിലും എന്റെ ഈ ദീനിൽ ഞാൻ ഈ കൊണ്ടുവന്ന ദീനിൽ ആരെങ്കിലും പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫഹുറദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഈ രണ്ട് ഹദീസുകളെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞ ആദ്യത്തെ ഹദീസ് നിങ്ങളുടെ കൽബിനെ ശരിയാക്കും, നിങ്ങളുടെ കൽബ് ഇഖ്ലാസുള്ളതാക്കും. അതാണ് അള്ളാഹുവിന് ആദ്യം ആവശ്യമുള്ളത്. രണ്ടാമത്തേത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ബാഹ്യമായ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ അമലുകൾ ശരിയാക്കും. ഒന്നാമത്തേത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടാക്കും, രണ്ടാമത്തേത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത്തിബാ ഉണ്ടാക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇത്തിബാ ഉണ്ടാക്കും. അപ്പൊ ഈ രണ്ട് ഹദീസ് ഇസ്ലാമിന്റെ അസ്ലാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തിന്മയും ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് എന്തായാലും നമുക്ക് സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ സന്തതികളൊക്കെ തിന്മ ചെയ്യുന്നവരാണ്, തെറ്റുപറ്റുന്നവരാണ്. എന്നാൽ അവരിൽ ഏറ്റവും ഖൈറായവർ, അവരിൽ ഏറ്റവും നല്ലവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗബ നടത്തുന്നവരാണ്. അപ്പൊ തെറ്റ് സംഭവിക്കുക എന്നത് എന്തായാലും ഉണ്ടാകും. പക്ഷെ അള്ളാഹു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങുക എന്നതാണ്. പല ആളുകളും ഈ ഒരൊറ്റ പ്രശ്നം കാരണമാണ് ഇബാദത്തിൽ മാറി നിൽക്കുന്നത്. ഉദാഹരണത്തിന്, പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യില്ല, പ്രശ്നങ്ങൾ നേരിടില്ല. എങ്ങനെയെങ്കിലും അങ്ങോട്ട് പ്രയാസങ്ങൾ അനുഭവിക്കാതെ രക്ഷപ്പെട്ടു പോകാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ആരെങ്കിലും റിയാ പേടിച്ചുകൊണ്ട് ഒരു അമൽ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ റിയാ ഉള്ളവനാണ്. ആരെങ്കിലും, ഉദാഹരണത്തിന് ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഒരുത്തിന് സുന്നത്ത് നിസ്കരിക്കണം മനസ്സിലാണെന്ന്, പക്ഷെ അയാൾ വിചാരിക്കില്ല നിങ്ങളൊക്കെ കാണും ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക, അപ്പൊ ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരാൾ ഇബാദത്തുകളിൽ നിന്ന് മാറി നിന്നാൽ യഥാർത്ഥത്തിൽ അവൻ റിയാ ഉള്ളവനാണ് എന്ന് ഇമാം അന്നവി റഹിമഹുല്ലാഹ്. ആദ്യം മനസ്സിലായില്ല എന്തായാലും ഉദ്ദേശം. പിന്നെ എനിക്ക് മനസ്സിലായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞയച്ചത് എന്തിനാണ്? ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാനും അതിന്റെ ഇടയിൽ പ്രയാസങ്ങൾ അനുഭവിക്കാനുമാണ്. സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ റിയാഇന്റെ സാധ്യത നല്ലോണ്ട്. പക്ഷെ അതിനെ നിങ്ങൾ പോരാടി തോൽപ്പിക്കണം, അതിന് നിങ്ങൾ പരാജയപ്പെടുത്തണം. ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഇൽമു നേടുക എന്നത് നിയ്യത്ത് ഏറ്റവും ശക്തമായി കേടാവാൻ കൂടുതൽ സാധ്യതയുള്ള പ്രവർത്തനമാണ് ഇൽമു നേടുക എന്നുള്ളത്. കാരണം ഇൽമു നേടിക്കാൻ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ജനങ്ങൾ ആലിമെന്ന് വിചാരിക്കും, ജനങ്ങൾ ശ്രദ്ധിക്കും, ജനങ്ങൾ ഫോൺ വിളിക്കും, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇൽമു നേടുക എന്നത് അത്ര പ്രശ്നമുള്ള സ്ഥലമാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൽമു നേടായിരുന്നാലോ. അതുകൊണ്ടാണ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ത്വലബ്നൽ ഇൽമ ബിലാ നിയ്യ വജാഅത്തി നിയ്യ ബഅദമാ ത്വലബ്നാ. ഞങ്ങൾ ഇൽമു നേടിയത് നിയ്യത്തില്ലാതെയാണ്. തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് നിയ്യത്തൊന്നും ശരിയില്ലായിരുന്നു. പക്ഷേ വജാഅത്തി നിയ്യതു ബഅദമാ ത്വലബ്നാ, കുറെ പഠിച്ചു നോക്കിയപ്പോൾ, കുറെ മനസ്സിലായപ്പോൾ, അള്ളാഹിനെ കുറിച്ചൊക്കെ ബോധം വന്നപ്പോൾ ഞങ്ങളുടെ നിയ്യത്ത് ശരിയായി. അപ്പൊ ആദ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് ഇസ്തിഗ്ഫാർ നടത്തണം. നിങ്ങൾ തിന്മകളില്ല. ചില ആളുകൾ തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആകെ നിരാശരായി പിന്നെ പതുക്കെ വലിയും, ഉൾവലിയും. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. ആ തിന്മ നിങ്ങൾക്ക് ചെയ്തു എന്നത്, ആ തിന്മ ഉണ്ടായി എന്നതിനേക്കാൾ വലിയ നന്മ നിങ്ങൾക്ക് എന്തായി? ആ ഇസ്തിഗ്ഫാറിലൂടെ കിട്ടി. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ, ഹദീസുകൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഒരു നിഅമത്ത് കൊടുത്തു, ഒരു വലിയ അനുഗ്രഹം കൊടുത്തു. അയാൾ അതിന് അള്ളാഹുവിനോട് നന്ദി കാണിച്ചു, ഹംദ് പറഞ്ഞു. ആ ഹംദ് പറയാൻ സാധിച്ചു എന്നതാണ് ആദ്യം കിട്ടിയ നിഅമത്തിനേക്കാൾ വലിയ നിഅമത്ത്. മനസ്സിലായി? അതേപോലെയാണ് തിന്മയുടെ കാര്യവും. തിന്മ നിങ്ങൾ ചെയ്തു, പക്ഷെ ആ തിന്മയേക്കാൾ വലിയ പുണ്യമാണ് നിങ്ങൾ എപ്പോൾ ചെയ്യുന്നത്? മനസ്സറിഞ്ഞൊരു ഇസ്തിഗ്ഫാർ നടത്തി നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇസ്തിഗ്ഫാറിന്റെ ഫലവും പ്രാധാന്യവും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കുറച്ചു കാണിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ആവശ്യപ്പെടുന്നത് അതാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതായി കാണാം, അവിടുന്ന് പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. 70-ലധികം തവണ ഞാൻ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, 70-ലധികം തവണ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്,
ഇൻ കുന്നാ ലനഉദ്ദു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ സദസ്സിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ 100 തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം, അല്ലാഹുവേ റബ്ബിഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണേ, വതുബ് ഇലയ്യ, എനിക്ക് എന്നിലേക്ക് തൗബ ചെയ്യണമേ, അല്ലാഹു എന്റെ പാപങ്ങൾ പുറത്തു നൽകണം. തൗബ ഇസ്തിഗ്ഫാർ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി എന്താണ്, അതിൽ നിന്നുള്ള മടങ്ങൽ കൂടിയാണ്. ഇസ്തിഗ്ഫാർ എന്നാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്നുള്ള മടക്കമാണ്. ഇസ്തിഗ്ഫാർ എന്നത് കഴിഞ്ഞുപോയ തിന്മകളിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. തൗബ എന്നാൽ ഇനി വരാനിരിക്കുന്നത് കൂടി വരില്ല, ഞാൻ തിന്മയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവായി, ഇനി എന്റെ ഭാവിയിലും കൂടി തിന്മ ഉണ്ടാവില്ല, അഥവാ വരികയാണെങ്കിൽ അതുകൂടി പൊറുക്കണേ എന്ന രൂപത്തിലുള്ള തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറയും. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും ഒരേ സന്ദർഭത്തിൽ പ്രയോഗിച്ചാൽ, രണ്ടും ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ, ഇസ്തിഗ്ഫാർ എന്നുള്ള പദം ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ തൗബ എന്നുള്ള അർത്ഥം കൂടി വരും. അത് നിങ്ങൾക്കറിയില്ലേ, ഇസ്ലാമിൽ പല പദങ്ങളുണ്ട്, രണ്ടു പദവും വളരെ അടുത്തായിരിക്കും. ഉദാഹരണത്തിന് ഇസ്ലാമും ഈമാനും രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ് കുറെയൊക്കെ ഉള്ളത്. അത് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടു പദങ്ങളുടെ അർത്ഥം ഒരുമിച്ച് അതിലുണ്ടാവും. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ മതം എന്നാൽ ഇസ്ലാം മാത്രമാണ്. അപ്പൊ അവിടെ ഈമാനും കൂടി ഉൾക്കൊള്ളും. അതേസമയം ചില ഹദീസുകളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇസ്ലാമും ഈമാനും വേറെ തന്നെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വന്ന സംഭവം, അതിൽ ഇസ്ലാമും ഈമാനും വെവ്വേറെ തന്നെ പറയും. അപ്പൊ ഇതിന് രണ്ട് വെവ്വേറെ അർത്ഥമുണ്ട്. അങ്ങനെ മാറി മാറി വരുന്ന സന്ദർഭത്തിൽ എന്താവും, അതിന് അർത്ഥങ്ങൾ വ്യത്യാസം. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ തൗബ, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നത്. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ദിവസം 70-ലധികം തവണ 100-ലധികം തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ പല ആളുകൾ പണ്ട് സുന്നികളൊക്കെ പറഞ്ഞു, നമ്മള് അള്ളാഹിന്റെ റസൂൽ തെറ്റ് ചെയ്യുന്നല്ല നിങ്ങൾ പറയുന്നത് എന്ന് പലപ്പോഴും ആളുകൾ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ എന്നത് തെറ്റ് ചെയ്തവന് മാത്രമുള്ളതല്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം, അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ നല്ല ചില ഇബാറത്തുകളുണ്ട്. ഞാൻ ഈ അറബി വായിക്കാൻ പ്രയാസമുണ്ടോ എനിക്കറിയില്ല, പക്ഷെ അറബി വായിച്ചാൽ അതിന്റെ ശരിയായ ആശയം കിട്ടും. മലയാളം പറഞ്ഞപ്പോൾ മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞു, فإن العابد لله في كل يوم بل في كل ساعة بل في كل لحظة. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു അടിമ, ശരിക്കും മനസ്സിലായിക്കോളൂ, ഇസ്തിഗ്ഫാറിന്റെ ഫലം ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിരുന്ന ഈ ഹദീസ് എനിക്ക് മനസ്സിലായത് ഈ അടുത്ത ഇബാറത്ത് വായിച്ചപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ ചെയ്തിട്ടില്ല, പിന്നെ നീ ഇസ്തിഗ്ഫാർ നടത്തണം. അപ്പോ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തി, അവൻ ഓരോ ദിവസവും അതല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും അതല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും യസ്ദാദു ഇൽമൻ ബില്ലാഹ്, അവൻ അള്ളാഹുവിനെ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനെ അവന് കൂടുതൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ബിഹൈസു യജിദു ദാലിക ഫി വയറാ തഖ്സീറഹു ഫി ഹുദൂരി ഖൽബിഹി ഫിൽ മഖാമാത്തിൽ ആലിയ. മാത്രമല്ല ഓരോ ഇബാദത്തുകൾ ചെയ്യുന്തോറും അവന് ആ ഇബാദത്തിലുള്ള പോരായ്മകളാണ് കൂടുതൽ ബോധ്യപ്പെടുന്നത്. നിസ്കരിച്ചു കഴിഞ്ഞാൽ നല്ല നിസ്കാരം നടത്തിയാലോ എന്നല്ല, മറിച്ച് ആ നിസ്കാരത്തിൽ എന്റെ ഹൃദയ സാന്നിധ്യം കുറഞ്ഞുപോയി, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്കുള്ള പരിപൂർണ്ണ ശുക്ർ ഇപ്പോഴും ആയിട്ടില്ല, പരിപൂർണ്ണ നന്ദി ഇപ്പോഴും ആയിട്ടില്ല എന്ന തോന്നലേ ആർക്കുണ്ടാവുള്ളൂ? ശരിയായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിയാലുണ്ടാവുള്ളൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളിൽ ഒരാളും തന്നെ അവന്റെ അമലുകൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് പോകില്ല, അങ്ങയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും പോവുകയില്ല, ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടാതെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം. എന്ത് മനസ്സിലായി? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകൾക്ക് തിരിച്ച് അതേ അളവിൽ പ്രതിഫലം നൽകുക എന്നത്
അതേ അളവിൽ അവൻ താഴ്മ കാണിക്കുക എന്ന് മനുഷ്യന് സാധിക്കുകയില്ല. എന്തുവന്നാലും സാധിക്കില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ള ഈ ഉമ്മത്തിൽ ഏറ്റവും അള്ളാഹിനെ കുറിച്ച് അറിവുള്ള ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സി. അള്ളാഹുവെ നിന്നെ കുറിച്ചുള്ള സനാ, നിന്നെ കുറിച്ചുള്ള പ്രശംസ, നിന്നെ പരിപൂർണമായ രൂപത്തിൽ പുകഴ്ത്താൻ എനിക്ക് സാധിക്കുകയില്ല. റസൂൽ പറയാൻ നമ്മളെ. അപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് അവന് ബോധ്യപ്പെടാൻ എന്റെ പ്രവർത്തനങ്ങളിൽ കുറവുണ്ട് എന്ന്. ആ കുറവിൽ നിന്നാണ് ഇസ്തിഗ്ഫാർ വരുന്നത്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്തണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തിന് പരിപൂർണമായ ശുക്ർ നൽകുക എന്നത് മനുഷ്യന് സാധിക്കുന്നതല്ല. മാത്രമല്ല ശൈഖുൽ ഇസ്ലാം അദ്ദേഹം അത് ഈ ഇബാറത്തിന്റെ അവസാനത്തെ അദ്ദേഹം മജ്മൂഉൽ ഫത്താവയിൽ 11ാമത്തെ വാല്യം 696ാമത്തെ പേജ്, ഇത് വായിക്കാൻ സാധിക്കുന്ന അത് വായിക്കേണ്ട നല്ലൊരു കുറച്ച് ഭാഗമാണ്. ശൈഖുൽ ഇസ്ലാമിന്റെ ഇബാറത്തുകളിൽ മനോഹരമായ കുറച്ച് ഇബാറത്തുകൾ കാണാൻ പറ്റി. ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, തൗഹീദുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ കൂടി ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ബൽ ഹുവ മുദ്ററുൻ ഇലൈഹി ദായിമൻ ഫിൽ അഖ്വാലി വൽ അഹ്വാൽ. മാത്രമല്ല ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് അവന് അനിവാര്യമാണ്. ഇതൊന്നും ഇല്ലെങ്കിലും അവൻ അനിവാര്യമാണ്. കാരണം ലിമാ ഫീഹി മിനൽ മസാലിഹി വജൽബിൽ ഖൈറാത്ത് വദഫ്ഇൽ മദറാത്ത്. കാരണം ഇസ്തിഗ്ഫാർ എന്നത് അവന് കുറെ ഗുണങ്ങൾ അല്ലാഹു നൽകും. അതുകൊണ്ട് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മക്കളുണ്ടാവുക, ഭൗതികമായ സുഖ സൗകര്യങ്ങൾ അവൻ ഇസ്തിഗ്ഫാർ കൊണ്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ നടത്തിയവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ഏടുകൾ ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ അവന് അതുകൊണ്ട് പ്രതിഫലമുണ്ട്. അപ്പൊ അനേകം കാര്യങ്ങൾ ഇസ്തിഗ്ഫാർ തിന്മ ചെയ്താൽ മാത്രം ചെയ്യാനുള്ളതല്ല. ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ ശുക്ർ, നമ്മുടെ നന്ദി, അതിന്റെ പരിപൂർണമായ അവസ്ഥ നമുക്ക് എത്തിയിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെ ഇസ്തിഗ്ഫാർ വരേണ്ടതുണ്ട് എന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇതുപോലെ അനേകം ഫവായിദുകൾ, അനേകം നന്മകൾ, അനേകം ഉപകാരങ്ങൾ ഇസ്തിഗ്ഫാറിനുണ്ട്. ഞാൻ ഇനി അത് കൂടുതൽ പറയുന്നില്ല. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൂടി പറഞ്ഞ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ശർഹ് നമുക്ക് എന്ത് ചെയ്യാം ഭക്ഷണത്തിന് ശേഷം. മാത്രമല്ല ഇസ്തിഗ്ഫാറിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ നമ്മൾ പരിശോധിക്കണം. അല്ലാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ് അൽ ഗഫൂർ, അതുപോലെ തന്നെ അൽ ഗഫാർ, അൽ തവ്വാബ്, അൽ അഫൂ. ഇവിടെ എഴുതാൻ പറ്റും ആർക്കെങ്കിലും അങ്ങനെ എഴുതിക്കോട്ടെ. അങ്ങനെ എഴുതിക്കോട്ടെ. സംസാരിക്കേണ്ടത് അൽ ഗഫൂർ, അൽ തവ്വാബ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ് അൽ ഗഫൂർ, അതുപോലെ തന്നെ അൽ തവ്വാബ്, അതുപോലെ തന്നെ അൽ ഗഫാർ, അതുപോലെ അൽ അഫൂ. ശ്രദ്ധ കൊടുക്കണല്ലേ, അൽ അഫൂ, അൽ അഫൂ, അൽ ഗഫാർ, غفار عفو العفو اللي هو من يعني
അൽ ഗഫൂർ, അൽ തവ്വാബ്, അൽ അഫൂ, അൽ ഗഫാർ. ഈ 4 നാമങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉകൾപ്പെട്ടതാണ്. 99 നാമങ്ങൾപ്പെട്ടതാണ്. ഈ 4 നാമങ്ങൾ ഇസ്തിഗ്ഫാറിനെ അറിയിക്കുന്നതാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുക. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിനാകുന്നു അസ്മാഉൽ ഹുസ്നയുള്ളത്. ഫദ്ഉഹു ബിഹാ, നിങ്ങൾ ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം. ഇവിടെ ദുആ എന്ന് പറഞ്ഞ പല ആളുകളുടെ മനസ്സിൽ ഇപ്പോഴുള്ള എന്താണ്? അള്ളാഹിനോട് പ്രാർത്ഥിക്കലാണ്. അള്ളാഹു എനിക്ക് കുട്ടിനെ തരണേ, അള്ളാഹു എനിക്ക് പുറത്തു തരണേ, അള്ളാഹു എനിക്ക് വീട് ശരിയാക്കി തന്നെ. പ്രാർത്ഥന മാത്രമാണ് തദ്ഉഹു ബിഹാ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുആ 2 രൂപത്തിലുണ്ട്. അത് ഇതിന്റെ ന്യായതാണ്. ഒന്ന് ദുആഉൽ മസ്അല. ദുആ 2 രൂപത്തിലുണ്ട്. ഒന്ന് ദുആഉ മസ്അല, അതാണ് നമ്മൾ പറയുന്ന പ്രാർത്ഥന. അല്ലാഹു എനിക്ക് കുട്ടിനെ തരുന്നതൊക്കെ പ്രാർത്ഥിക്കുന്നത്. അതാണ് ദുആഉ മസ്അല. മസ്അല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ചോദിക്കണം. സഅല, അതിനാണ് മസ്അല. ഒന്ന് ചോദിക്കുന്നതിന്റെ പ്രാർത്ഥന, അതാണ് ദുആഉ മസ്അല. വതലബ് എന്ന് ചില ആളുകൾ പറയും. ദുആഉ മസ്അലത്തിന് വതലബ് എന്ന് പറയും. അള്ളാഹുവിനോട് എന്തെങ്കിലും കാര്യം നമ്മൾ ആവശ്യപ്പെടുക, അത് ദുആ ആണ്. രണ്ടാമത്തേത് ദുആഉ ഇബാദ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്ത്. 2 രൂപ, ഇത് രണ്ടും ദുആ ആണ്. അതുകൊണ്ട് ഉമറോലേക്ക് പറയാറുണ്ടായിരുന്നു, എല്ലാ ഇബാദത്തിനും ദുആ ഉണ്ടാവും. ദുആ ഇല്ലാതെ ഇബാദത്ത് ഉണ്ടാവില്ല. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്, ആരാധന. അപ്പൊ എല്ലാ ഇബാദത്തുകളും എന്താണ് ഈ നാമങ്ങൾ കൊണ്ട് ദുആ ചെയ്യുക എന്ന് പറയുന്നത്? ഇത് നമുക്ക് മനസ്സിലായി. ദുആഉ മസ്അല നമുക്ക് മനസ്സിലായി. അല്ലാഹുമ്മ യാ ഗഫാർ ഇഗ്ഫിർലി, അല്ലാഹുവേ പാപങ്ങൾ പൊറുക്കുന്ന റബ്ബേ എനിക്ക് എന്റെ പാപങ്ങൾ പൊറുത്തു തരണേ. അതുപോലെ തന്നെ മറ്റ് നാമങ്ങൾ വെച്ച് അള്ളാഹുവിനോട് നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം. അത് നമുക്ക് മനസ്സിലായി. എന്നാൽ എങ്ങനെയാണ് അതുകൊണ്ട് അമൽ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതുകൊണ്ട് ദുആഉ ഇബാദ ചെയ്യേണ്ടത്? അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ നടത്തിയാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഈ ഇഹ്സാ എന്നത് അല്ലാഹുവിന്റെ നാമങ്ങൾ അതുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അത് ഇഹ്സാ നടത്തുക എന്നത് 3 മർത്തബകളുണ്ട്, 3 പദവികളുണ്ട്. ഈ 3 പദവികൾ ഈ കാര്യത്തിൽ നമ്മൾ കൊണ്ടുവരും. അപ്പൊ ശരിക്കും ഇസ്തിഗ്ഫാർ നമ്മുടെ മനസ്സിൽ നിന്ന് വരും. ഈ നാമങ്ങൾ ശരിക്കും പഠിച്ചാൽ ഇതിന്റെ അർത്ഥം എന്താണ്, ആശയം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു വരും. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദുആ സ്വീകരിക്കാൻ ഏറ്റവും നല്ല വഴി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ആവശ്യം എന്താണ്, ആ ആവശ്യവുമായി ബന്ധപ്പെട്ട നാമങ്ങൾ പഠിക്കുക. അല്ലാഹുവിന്റെ അത് ശരിക്കും മനസ്സിലാക്കുക, അത് വെച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. അതിനേക്കാൾ ഫലപ്രദമായ ഒരു മാർഗം ഉണ്ടാവണം. നിങ്ങളുടെ ആവശ്യം എന്ത്? നിങ്ങൾക്ക് ഇസ്തിഗ്ഫാറാണ് വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നാമങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതിനേക്കാൾ ഫലപ്രദമായ മറ്റൊരു മാർഗം പ്രാർത്ഥന സ്വീകരിക്കാനില്ല. മാത്രമല്ല ഇൻഷാ അല്ലാഹ് നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ശറഹ് നടത്തുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. എങ്ങനെയാണ് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അത് വെച്ചുള്ള പ്രാർത്ഥന എങ്ങനെയാണ് ഫലപ്രദമാകുക, എന്തുകൊണ്ടാണ് അല്ലാഹുമ്മ എന്ന് പ്രാർത്ഥനയിൽ കൂടുതൽ വന്നത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോ ഇഹ്സാ എന്നത് അതിന് 3 മർത്തബകളുണ്ട്, 3 പദവികളുണ്ട്. അറബി അറിയുന്ന ആൾക്കാർ എഴുതിയിട്ടാണ്. ഒന്നാമത്തെ പദവി ഇഹ്സാഉ അദദിഹാ വ അൽഫാദിഹാ എന്നാണ്.
ഇഹ്സാഉ അദദിഹാ വഅൽഫാദിഹാ, അള്ളാഹുവിന്റെ അസ്മാഉകൾ ഏതൊക്കെയാണ് എന്ന അതിന്റെ ലഫ്ദ് പഠിക്കുക. ഉദാഹരണത്തിന് ഗഫാർ പഠിക്കുക. എത്ര എണ്ണ 99 നാമങ്ങൾ ഏതൊക്കെയാണ് അത് ആദ്യം പഠിക്കുക. ഏതൊക്കെയാണ് അള്ളാഹുവിന്റെ 99 നാമങ്ങൾ. രണ്ടാമത്തേത് ഇഹ്സാഉ മആനിഹ, ആ നാമങ്ങളുടെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കുക. അർത്ഥമല്ല, അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയാണ്. പല ആളുകൾക്ക് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇസിക്കൽ ടു പരമകാരുണികനാണ്. ഒരിക്കലും റഹ്മാൻ ഇസിക്കൽ ടു പരമകാരുണികനല്ല. അതിന് മലയാളത്തിൽ ഏറ്റവും ചുരുക്കിയ പദത്തിൽ പറയാൻ പറ്റിയൊരു വാക്ക് മാത്രമാണ്. പരമകാരുണികനെ എന്ന് വിളിക്കുന്നതിനെക്കാട്ടി നല്ലത് അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും നല്ലത് ഒഴിവാക്കലാണ്. പിന്നെ അതേസമയം റഹ്മാൻ എന്ന് വിളിക്കേണ്ടത്, അള്ളാഹുവിനെ വിളിക്കുക റഹ്മാനായ റബ്ബേ, യാ റഹ്മാൻ, പ്രത്യേകിച്ച് പ്രയാസമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഒന്ന് അള്ളാഹുവിന്റെ നാമങ്ങളുടെ എണ്ണം, അതിന്റെ അൽഫാദുകൾ ഏതാണെന്ന് പഠിക്കുക. രണ്ടാമത് ഇഹ്സാഉ മആനിഹ, എന്താണ് അതിന്റെ ആശയം എന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് നമ്മൾ ഗഫാർ എന്താണെന്ന് പഠിക്കും ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തേത് ദുആഉഹു ബിഹാ, ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞു 2 രൂപത്തിലാണ് ദുആ. ഈ 2 രൂപത്തിലെ ദുആ എങ്ങനെയാണ്? ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ, അള്ളാഹു സുബ്ഹാനഹു വ തആല റിഫ്ഖുള്ളവനാണ്. റിഫ്ഖ് എന്ന സൗമ്യത എന്നൊക്കെ പറയുന്നത്. അവൻ സൗമ്യത ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു. ഇർഹമു മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവർ നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുക. ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അസ്സമീഅ എന്ന പ്രാർത്ഥന പഠിച്ചു. അള്ളാഹു എല്ലാം കേൾക്കുന്നതാണ്. അപ്പൊ നമ്മുടെ സംസാരം നമ്മൾ ശ്രദ്ധിക്കുക. അൽ ബസീർ, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അപ്പൊ അതനുസരിച്ച് ജീവിക്കുക. അതാണ് ദുആ ഇബാദ. അതനുസരിച്ച് ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ആ നാമങ്ങളുടെ ആശയം അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അപ്പൊ ശരി, ഈ 3 മർത്തബകളുണ്ട്. ഇത് 3ഉം ഈ 4 നാമങ്ങളുടെ വിഷയത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് 4 നാമങ്ങൾ നമുക്ക് വന്നിട്ട് പഠിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റഹ്മാനുർ റഹീം, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ ഇലാ യൗമിൻ അൽഖാഹു അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ ഇസ്തിഗ്ഫാറിന്റെ ശ്രേഷ്ഠതയാണ് ഇത്രയും നേരം പറഞ്ഞത്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 4 അസ്മാഉകൾ, 4 നാമങ്ങൾ ഇസ്തിഗ്ഫാറിനെ അറിയിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് തേടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് എന്ന കാര്യവും നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ നാമം നമ്മൾ പറഞ്ഞു അൽ ഗഫാർ, അതല്ലെങ്കിൽ അൽ ഗഫൂർ. രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമുള്ള 2 പേരുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഫു, ഗഫാർ എന്നീ നാമങ്ങളുടെ അർത്ഥം ഷെയ്ഖ് അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അൽ അഫു ഹുവ അല്ലദീ യംഹു അസ്സയ്യിആത്ത്. നമ്മൾ പറഞ്ഞില്ലേ അൽ അഫു. അഫു എന്ന പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം, മലയാളത്തിൽ നമുക്കതിന് പറയാൻ പറ്റിയ അർത്ഥം വിട്ടുകൊടുക്കുന്നവൻ, ഒഴിവാക്കി കൊടുക്കുന്നവൻ എന്ന് വേണമെങ്കിൽ നമുക്കതിന് അർത്ഥം പറയാൻ സാധിക്കും. അഫു എന്നതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം എന്ന അർത്ഥത്തിൽ അതിന്റെ അർത്ഥം ഹുവല്ലദീ യംഹു അസ്സയ്യിആത്ത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ തിന്മകളെ മായ്ച്ചു കളയുന്നവൻ എന്നാണ് അഫു എന്ന പദത്തിന്റെ അർത്ഥം. വയതജാവസു അനിൽ മആസി, തിന്മകൾ വിട്ടുകൊടുക്കുന്നവൻ. വഹുവ ഖരീബുൻ മിനൽ ഗഫൂർ, അള്ളാഹുവിന്റെ ഗഫൂർ, ഗഫാർ എന്നീ നാമങ്ങളോട് വളരെ അടുത്ത അർത്ഥമാണ് ഇതിനുള്ളത്. പക്ഷെ ഇത് 2 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ഗഫൂർ ഗഫാർ തമ്മിലുള്ള വ്യത്യാസം? അഫു എന്ന പദത്തിൽ, അഫു എന്ന അള്ളാഹുവിന്റെ നാമത്തിന്റെ അർത്ഥം തിന്മകൾ മായ്ച്ചു കളയുന്നവനാണ്. എന്നാൽ ഗഫൂർ എന്ന നാമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ പുറത്തു കൊടുക്കും, പക്ഷേ മായ്ച്ചു കളയുകയില്ല.
തിന്മ അവന്റെ ഏടിലുണ്ടാവും. അത് അള്ളാഹുവും അവനും തമ്മിൽ കാണിച്ചു കൊടുക്കും. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കാണിച്ചു കൊടുക്കും, നിന്റെ തിന്മകളാണ് ഇതൊക്കെ, നീ ചെയ്തതാണ് ഇതൊക്കെ ഞാൻ നിനക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അൽ അഫ്വു, തിന്മകൾ മായ്ച്ചുകളെ, പാടെ മായ്ച്ചുകളെ, അങ്ങനെ ഒന്നും നീ ചെയ്തിട്ടേ ഇല്ലാത്ത പോലെ. ഇതാണ് അഫ്വു എന്നതിന്റെ അർത്ഥം. ഗഫൂർ ഗഫാർ എന്നതിന്റെ അർത്ഥം തിന്മകൾ പുറത്തു കൊടുക്കുന്നവൻ, വിട്ടുകൊടുക്കുന്നവൻ എന്ന് തന്നെയാണ്. പക്ഷേ ആ തിന്മകൾ മറച്ചു വെക്കുന്നവൻ എന്ന അർത്ഥമാണ് അതിലുള്ളത്. അഫ്വു എന്നതിൽ മായ്ച്ചു കളയുന്നവൻ എന്നാണെങ്കിൽ ഗഫൂർ ഗഫാർ എന്നതിൽ മറച്ചു വെക്കുന്നവൻ എന്ന അർത്ഥമാണ് കൂടുതലുള്ളത്. മനസ്സിലായില്ലേ? വ്യക്തമായില്ലേ? സംശയമുണ്ടോ? ബിരിയാണിന്റെ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഗഫൂർ ഗഫാർ എന്നീ രണ്ട് നാമങ്ങൾ അവയുടെ അർത്ഥത്തിലുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക, അതൊക്കെ അതിലുണ്ട്. പക്ഷേ പാപങ്ങൾ മറച്ചു വെക്കുകയാണ് ചെയ്യുക, ആളുകൾ കാണിക്കൂല. പരലോകത്ത് നാളെ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ വഷളാവില്ല. നിങ്ങളെ പാപങ്ങൾ അള്ളാഹു പുറത്തു വന്നിട്ട് നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാത്രം കാണാവുന്ന രൂപത്തിൽ അവനത് കാണിച്ചു തരും. ഇതൊക്കെ നീ ചെയ്ത തെറ്റുകളാണ്, നീ നിഷേധിക്കുന്നില്ലല്ലോ, ഇല്ല, ഞാൻ നിനക്കതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അതാണ് ഗഫാർ ഗഫൂർ എന്ന പദങ്ങളുടെ അർത്ഥം. അതേസമയം അൽ അഫ്വു എന്ന് പറഞ്ഞാൽ തിന്മകൾ പാടെ പുറത്തു കൊടുക്കുകയും അത് പാടെ മായ്ച്ചു കളയുകയും ചെയ്യുന്നവൻ എന്നാണ് അൽ അഫ്വു എന്ന പദത്തിന്റെ, എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം, അതിന്റെ അർത്ഥം. എന്നാൽ അമ്മാ ഹാലു ഇൻഫിറാദിഹിമാ ഫഇന്ന കുല്ല വാഹിദിൻ മിൻഹുമാ യതനാവലു മഅനൽ ആഖർ. എന്നാൽ ഇതിലെ ഏതെങ്കിലും ഒരു പദം ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് അർത്ഥങ്ങളും അതിനെ ഉൾക്കൊള്ളും. ഗഫൂർ എന്ന പദം ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ അഫ്വു എന്ന അർത്ഥം കൂടിയുണ്ട്. പക്ഷെ രണ്ടും ഒരുമിച്ചു ഇന്നല്ലാഹ അഫൂവുൻ ഗഫൂർ. അപ്പൊ എന്തായാലും അർത്ഥം ഈ പറഞ്ഞ രൂപത്തിൽ വ്യത്യാസമുണ്ടായി. ഇത് പ്രത്യേകം നിങ്ങൾ പഠിക്കേണ്ട ഒരു കായികയാണ്. അറബി അറിയുന്ന ആൾക്കാർ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. ഇസ്ലാമിൽ വഅലൈക്കും അസ്സലാം, ഇസ്ലാമിലെ ഒരു ലഫ്ദും ഒരു പദവും രണ്ട് പദവും ഒരേ അർത്ഥം തന്നെ ആയിരിക്കില്ല. ചില പണ്ഡിതന്മാർ അറബി ഭാഷയിൽ തന്നെ അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അറബി ഭാഷയിൽ രണ്ട് പദം ഉണ്ടോ ഒരിക്കലും ഒന്നിന്റെ പര്യായം പൂർണ്ണമായ പര്യായമായിരിക്കില്ല മറ്റേ പദം. എന്തെങ്കിലും ഒരു മാറ്റം അതിലുണ്ടാവും, ചെറുതെങ്കിലും. രണ്ട് പദങ്ങൾ തമ്മിൽ ഒരേ അർത്ഥം ഉണ്ടാവുള്ളൂ. അറബി ഭാഷ പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന കാര്യം. അപ്പോൾ ഈ കാര്യം അല്ലാഹുവിന്റെ അസ്മാഉകളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല പണ്ഡിതന്മാർ ഖായിദ പഠിപ്പിക്കാറുണ്ട്. അസ്മാ സിഫാത്തിലുള്ള ഖായിദയാണ്. അസ്മാഉല്ലാഹി സുബ്ഹാനഹു വ തആല അഅലാമുൻ ബിഅ്തിബാരി ദലാലതിഹാ അല അസ്സാത്ത്. അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും അല്ലാഹു എന്നവനെ, അല്ലാഹുവിന്റെ ഒരേ പേരുകളാണ് ഇതൊക്കെ, ഒരേ ആൾക്കുള്ള പേരാണ്. ചില വിദാത്തിന്റെ കക്ഷികൾ അള്ളാഹുവിന്റെ നാമങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതിനവർ പറഞ്ഞ കാരണം രണ്ടു പേരുണ്ടായി കഴിഞ്ഞാൽ രണ്ടള്ളുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. ഒരിക്കലുമല്ല. ഈ എല്ലാ പേരുകളും ഒരൊറ്റയാളെയാണ്, ഒരൊറ്റയാൾക്കുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ് ഈ നാമങ്ങളൊക്കെ. അൽ ഗഫൂർ എന്ന് നമ്മൾ വിളിച്ചാൽ ആരെയാണ് നമുക്ക് വിളിക്കുന്നത്? അള്ളാഹുവിനെയാണ്. അർ റഹ്മാൻ ആരാണ്? അള്ളാഹുവാണ്. അർ റഹീം ആരാണ്? അള്ളാഹുവാണ്. എല്ലാം വെവ്വേറെ ആളുകളല്ല. എന്നാൽ അതേസമയം അസ്മാഉല്ലാഹി മുതബായിന ബിഅ്തിബാരി ദലാലതിഹാ അലൽ മആനി. എന്നാൽ അവ അള്ളാഹുവിന്റെ നാമങ്ങൾ ഓരോ നാമങ്ങൾക്കും മറ്റേതിനോട് വ്യത്യസ്തമായ അർത്ഥമാണുള്ളത്. എല്ലാം ഒരേ അർത്ഥമല്ല ഉണ്ടാവും. ആ റഹ്മാനും റഹീമും തമ്മിൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? രണ്ടിന്റെയും അർത്ഥം തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഗഫൂറും ഗഫാറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടിയൊക്കെ പഠിച്ച ആൾക്കാർക്കും വേണ്ടിയിട്ട് ഒരു ഉപകാരം ഇതാണ് നൽകിയാൽ പറഞ്ഞത്. ഖായിദയാണ്. അസ്മാ സിഫാത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട, പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നിയമമാണ്. ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, കുറച്ച് പ്രയാസം തോന്നിക്കാർക്ക് അസ്മാ സിഫാത്ത് അങ്ങനെ എടുക്കാൻ തോന്നിക്കുക. ശരിക്കും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പറ്റുമെങ്കിൽ സാധിക്കുന്ന ആൾക്കാരിന് അസ്മാ സിഫാത്ത് 5-8 ആൾക്കാരെങ്കിലും ഒരുമിച്ചിട്ട് പഠിക്കണം. സാദിഖുൽ ഉസൈമീൻ, ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് അൽ ഖവാഇദുൽ മുസ്ലാ ഫി അസ്മാഇല്ലാഹി തആല വ സിഫാതിഹിൽ ഉലാ. നല്ല പുസ്തകമാണ്, നമ്മളൊക്കെ വായിച്ചിരിക്കേണ്ട ബുക്കാണ്. പക്ഷെ അത് കുറച്ച് കട്ടിയുണ്ട്. എന്നുവെച്ചാൽ കട്ടി എന്ന് പറഞ്ഞാൽ വലുപ്പത്തിലെ കട്ടിയല്ല,
ഭാഷാപരമായി കുറച്ച് കട്ടിങ്. പക്ഷെ നിങ്ങൾ പ്രയാസപ്പെട്ടത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസ്മാ സിഫാത്ത് പഠിക്കാനുള്ള ആദ്യത്തെ വാതിലാണ് നിങ്ങൾ തുറക്കുന്നത്. കുറച്ച് പ്രയാസമുള്ള വിഷയം തുടക്കം. എന്തുകൊണ്ടാണ് പ്രയാസം ഉണ്ടായെന്ന് വെച്ചാൽ അഹ്ലുസുന്ന പ്രയാസമാക്കിയതല്ല. വിദാത്തിന്റെ ആൾക്കാർ അതിൽ പല വേണ്ടാത്ത വാദങ്ങളും കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ട് അതിന് മറുപടി പറയേണ്ടത്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് അസ്മാ സിഫാത്ത് ശരിക്കും പഠിക്കാൻ പറ്റും. അതിനുവേണ്ടി പറഞ്ഞ ശരി. അപ്പൊ അത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. മനസ്സിലായല്ലോ? അഫൂവും ഗഫൂറും ഗഫാറും മനസ്സിലായല്ലോ? ഈ നാമങ്ങളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ? അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പിടുത്തം കിട്ടി. ഗഫാർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കുന്നവനും അതോടൊപ്പം മറച്ചു വെക്കുന്നവൻ. സിത്തിർ എന്ന പദം അതിലുണ്ട്. സിത്തിർ എന്ന അർത്ഥം മറക്കുക, മറച്ചു വെക്കുക എന്ന അർത്ഥം ഗഫാർ എന്ന പദത്തിലുണ്ട്. തിന്മകൾ മറച്ചു വെക്കും. നമുക്കെന്നെ മനസ്സിലായില്ല നമ്മൾ എത്ര തിന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നാട്ടുകാരൊക്കെ കണ്ടോ? ഇല്ല. ബനൂ ഇസ്രായേലുകാർക്ക് ഒരു ശിക്ഷ ഉണ്ടായിരുന്നു. ഒരു തിന്മ ചെയ്ത് കഴിഞ്ഞാൽ അവരെ അത് ജനങ്ങൾ അറിയുമായിരുന്നു. അടയാളത്തിലുള്ള അവരൊരു കാര്യം അവരൊരു കാര്യം അള്ളാഹുവിന് ഇസ്രായേലിയാത്തുകൾ കാണാവുന്നതാണിത്. അവരൊരു കാര്യം അള്ളാഹുവിന് സമർപ്പിച്ചാൽ എന്തെങ്കിലും സ്വീകരിച്ചോ ഇല്ലെന്ന് അപ്പൊ തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ആദമിന്റെ 2 മക്കൾ അലൈഹിസ്സലാത്തു വസ്സലാം തമ്മിൽ അടികൂടാൻ കാരണം എന്താണ്? ഒരാളെ ഇബാദത്ത് സ്വീകരിച്ചു, ഒരാളെ ഇബാദത്ത് സ്വീകരിച്ചില്ല. അപ്പൊ തന്നെ വിവരം കിട്ടും. പക്ഷേ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു തആല മറച്ചു വെക്കും. അതാണ് ഗഫാർ ഗഫൂർ എന്ന പദത്തിലാണ്. അഫു എന്ന പദത്തിന്റെ അർത്ഥം തിന്മകൾ പാടെ മായ്ച്ചാൽ, അങ്ങനെ ഏടിൽ അങ്ങനെ സാധനയും കാണുന്നു നമ്മൾ ചെയ്തതായി. അതാണ് കൂടുതൽ ശ്രേഷ്ഠമായത്, കൂടുതൽ അഫ്ദലായത്. അതാണ് മറ്റൊരു നാമം തവ്വാബ് എന്നാണ്. ഞാൻ ആ നാമങ്ങൾ പഠിപ്പിക്കുന്നില്ല. തവ്വാബ് എന്ന നാമത്തിന്റെ അർത്ഥം അടിമകൾക്ക് തൗബ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നവൻ, അവരുടെ തൗബ സ്വീകരിക്കുന്നവൻ. ഈ അർത്ഥമൊക്കെ അതിലുണ്ട്. 2 ആയത്തുകളിലൊക്കെ ഇതിനുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും അത് എടുക്കാം. ഇനി നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അത് എന്താ, അതിന്റെ ആശയം എന്താണ്, ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. അതിനു മുന്നേ ഈ ഹദീസ് വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ ശ്രേഷ്ഠത പഠിപ്പിച്ച ഹദീസ് നമുക്കൊന്ന് ആദ്യം വായിക്കാം. عن شداد بن أوس رضي الله عنه. شداد بن أوس رضي الله عنه പറയാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഷദ്ദാദ് ബിൻ ഔസിന് ആകെ ഒരൊറ്റ ഹദീസ് മാത്രമേ ബുഖാരിയിലുള്ളൂ. ഷദ്ദാദ് ബിൻ ഔസ് എന്ന സഹാബി ഉദ്ധരിച്ചതായിട്ട് ഈ ഒരൊറ്റ ഹദീസ് മാത്രമേ ബുഖാരിയിലുള്ളൂ. അതൊക്കെ താലിബുൽ ഇൽമിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഹദീസുമായി ബന്ധപ്പെട്ട സാഹിത്യമാണ്. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചതായി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിവേദനം ചെയ്യുകയാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാരി അൻ തഖൂൽ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ നേതാവ്, നേതൃത്വം എന്നാൽ അത് ഏത് പ്രാർത്ഥനക്കാണ്, അത് എങ്ങനെയാണ് നിനക്ക് നേടാൻ സാധിക്കുക? അൻ തഖൂൽ, നീ ഇങ്ങനെ പറയലാണ്. എങ്ങനെയാണ് പറയേണ്ടത്? ആ പ്രാർത്ഥനയുടെ രൂപം എങ്ങനെയാണ്? ആരെങ്കിലും ഒരാൾ മറ്റേ നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ടീസിൽ ഞാൻ ഈ പറയണതൊക്കെ വ്യത്യാസം ഉണ്ടോ? ഇത് ബുഖാരിയുടെ റിവായത്താണ്. ചില റിവായത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അല്ലാഹുമ്മ ഒരുമിച്ച് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ലാഹുമ്മ أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാണ് പ്രാർത്ഥന. എവിടെ? അപ്പൊ ഇവിടെ ഇതിനും വായില്ല. ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയത്. ഞാൻ പറഞ്ഞ ഇല്ല, വായില്ല.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസി ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ ഖാലഹാ, ഈ പ്രാർത്ഥന ആര് പറയുന്നു, മിനൻ നഹാരി, രാവിലെ ഈ പ്രാർത്ഥന ആരെങ്കിലും ചൊല്ലുക, മൂഖിനൻ ബിഹാ, ആ പ്രാർത്ഥന അവൻ ചൊല്ലുമ്പോൾ അവന്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് തൂങ്ങി കൊണ്ടുപോയിട്ടിട്ടല്ല, മറിച്ച് ഉറപ്പിച്ച് മനസ്സുറപ്പോടുകൂടി അവൻ പ്രാർത്ഥിക്കുക. സമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസി, ആ ദിവസം, അന്നേ ദിവസം വൈകുന്നേരം ആകുന്നതിന് മുന്നേ അവൻ മരിച്ചാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരിൽപ്പെട്ടവനാണ്. രാവിലെ ചൊല്ലി നല്ല ബോധത്തോടുകൂടി ചൊല്ലി അർത്ഥം ശരിക്കും മനസ്സിലാക്കി ചൊല്ലി വൈകുന്നേരത്തിന് മുന്നേ മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. ചില ഹദീസുകൾ കാണാം ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് കാണാം. എന്താ അങ്ങനെ പറയാൻ കാരണം? പല ഹദീസുകൾ കണ്ടിട്ടുണ്ട്, അവൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതങ്ങനെ പറയാൻ കാരണം, ഇതിനങ്ങനെ കഴിഞ്ഞുപോയി എന്ന് പറയാൻ കാരണം ഉറപ്പിന് വേണ്ടി എന്തായാലും സംഭവിക്കുമെന്ന് പറയാൻ. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയില്ല, അതങ്ങനത്തെ നടന്നു, അവനെല്ലാം ഏൽപ്പിച്ച് അത് നടന്നു അങ്ങനെ പറയില്ല, അവൻ മലയാളത്തിൽ തന്നെ പറയില്ല. അതേപോലെയാണ് ആ പ്രയോഗം. ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, സംശയമില്ല. വമൻ ഖാലഹാ മിനൽ ലൈലി വഹുവ മൂഖിനുൻ ബിഹാ, ആരെങ്കിലും അത് രാത്രിയാണ് പറയുന്നത്, അവൻ അതിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി നല്ല ബോധ്യത്തോടുകൂടി പറയണം. സമാത ഖബ്ല അൻ യുസ്ബിഹ്, രാവിലെ ആകുന്നതിന് മുന്നേ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരിൽപ്പെട്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഈ ഹദീസിന്റെ ഈ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയാണ് ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസായിയുടെ ഹദീസിൽ കാണാം, തഅല്ലമു സയ്യിദൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൽപ്പിച്ചതായി കാണാൻ സാധിക്കും. അത് പ്രത്യേകം പഠിക്കേണ്ട കാര്യമാണ്. ഈ ഹദീസ് അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. മാത്രമല്ല സഹാബികളിൽ ഇപ്പൊ ഈ ഹദീസ് ആരെ ഉദ്ധരിച്ച് നേരത്തെ ഞാൻ ആരെ പേരെ പറഞ്ഞു, ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു. ശദ്ദാദ് ഇബ്നു ഔസ് അല്ലാതെ ഈ ഹദീസ് അബൂ ഹുറൈറ ഉദ്ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇബ്നു ഉമർ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മസ്ഊദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു അബ്സ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്, ബുറൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാരെ? 6 ആൾക്കാരെ. 6 നേരത്തെ പറഞ്ഞ 7 ആൾക്കാരെ, 7 സഹാബികൾ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ സഹാബികൾ അധികം പേര് ഉദ്ധരിച്ചതാണ്. അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലും അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരൊക്കെ അത് ഗൗരവത്തിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹാബികൾ പഠിച്ചിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. സഹാബികളെ കൂട്ടത്തിൽ വളരെ കുറച്ച് ആൾക്കാരെ ഹദീസ് പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞ ആൾക്കാരെന്നാണ് നമ്മൾ ഈ പറഞ്ഞ 7 ആൾക്കാർ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിന്റെ ശ്രേഷ്ഠതയാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. മാത്രമല്ല അതിന്റെ ഇടയിലൊരു കാര്യം പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടി പറയാം. ചില ആളുകൾ ഇപ്പോ ഒരു ഉദാഹരണം, ഇപ്പോ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ എന്ന ഹദീസ്, അത് പല സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിനാണ്, ശരിക്കുള്ളതല്ല. ഉദാഹരണത്തിന് ആ ഹദീസ് ബുഖാരിയിലുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളത്. ഹദീസിന്റെ വിഷയമാണ്, പഠിക്കേണ്ട കാര്യമാണ്, നമുക്കൊക്കെ തെറ്റുപറ്റിയിരുന്ന കാര്യം. ബുഖാരിയിലുള്ള ഹദീസ്, ആ ഹദീസ് ഇതേ വാക്കൻ എന്താണ് ഹദീസ്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. ആ ഹദീസ് ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മുസ്ലിമിലുള്ളത് ആ ഹദീസ് അതേ പദം തന്നെ ഇബ്നു ഉമറാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി ആണോ അല്ലേ? മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ എന്താണ്?
ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചത്. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആണോ? ഒരേ പദം, ഒരേ സനത് ഒരേപോലെ ആവണമെന്നില്ല. സനത് ഒരേപോലെ ആവും കംപ്ലീറ്റ് അല്ല. ഒരു ബുഖാരിയിലുള്ളത് അബൂ ഹുറൈറ ഉദാഹരണത്തിന്, മുസ്ലിമിലുള്ളത് ഇബ്നു ഉമർ. ആ ഹദീസ് മുത്തഫഖുൻ അലൈഹി അല്ല. ഒരു ഹദീസ് ഇന്നയാളുടെ ഹദീസാണ് എന്ന് പറയുക, അല്ലെങ്കിൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച് എന്ന് പറയണമെങ്കിൽ ആ ഹദീസ് ഉദ്ധരിച്ച സഹാബിമാർ രണ്ടുപേരും ഒരേ ആളായിരിക്കണം. ബുഖാരിയിലും മുസ്ലിമിലുള്ളത് ഒരൊറ്റ ആളെന്നെ ആയിരിക്കണം. സനത് പരിപൂർണമായിട്ട് ഒരേപോലെ ആവണമെന്നില്ല. കാരണം ബുഖാരി മുസ്ലിമിന്റെ സനത് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഹദീസ് ഉദ്ധരിച്ച സഹാബി ഒരാളായിരിക്കണം. അതേസമയം ഒരേ ഹദീസ് തന്നെ ഒരേ പദം രണ്ട് സഹാബിമാർ വെവ്വേറെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും വെവ്വേറെ ഹദീസുകളാണ്, ഒരേ ഹദീസല്ല. രണ്ട് സഹാബികൾ വെവ്വേറെ ഉദ്ധരിച്ചു, ഒരേ ഹദീസ് തന്നെ, ഒരേ പദം, പക്ഷെ എങ്കിൽ കൂടി അതെന്തല്ല, ഒരേ ഹദീസല്ല, വെവ്വേറെ ഹദീസാണ്. ഉറക്കൊക്കെ പോയില്ല ചില ആൾക്കാർ ഹദീസ്, ചില സമയത്ത് ഹദീസ് പഠിച്ച ഉറക്കം പോകും. കുറച്ച് ആൾക്കാർക്ക് ഉറക്കം കണ്ടോടെ വിഷയം മാറ്റി. ഇങ്ങനെ പറയാൻ പറ്റില്ല. മത്തിന് മാത്രം യോജിച്ചത് കൊണ്ട് കാര്യമില്ല. ആ മത്തിന് ഉദ്ധരിച്ച ആള് രണ്ടുപേര് സഹാബി ഒന്ന് തന്നെ ആയിരിക്കണം. ഇനി വേറൊരു ചോദ്യം, ഇതേ ഉദാഹരണം തന്നെ ബുഖാരിയിൽ ഉദാഹരണം ഉണ്ട്. ഇത് ശരിക്കും അങ്ങനെ ഉണ്ടായ സംഭവമല്ല, പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, അത് ഉദാഹരണം മാത്രം. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുള്ള അബൂ ഹുറൈറ എന്നാണ്, മുസ്ലിമിലെ അബൂ ഹുറൈറ, രണ്ടിടത്തും. പക്ഷെ മുസ്ലിമിന്റെ റിവായത്തിൽ മൻ കദബ അലയ്യ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ എന്നാണ്. ഒരു ഉദാഹരണമാണ്, റിവായത്തിൽ നമുക്കറിയാം, ഒരു ഉദാഹരണമാണ്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. മുതഅമ്മിദൻ എന്നുള്ള പദം ഇതിലില്ല. ആ ഹദീസ് രണ്ടു വെവ്വേറെ ഹദീസാണോ അതല്ല ഒറ്റ ഹദീസ് തന്നെയാണോ? വെവ്വേറെ ഹദീസാണോ ഒറ്റ ഹദീസാണോ? രണ്ടും ഒരൊറ്റ ഹദീസ് തന്നെ. സഹാബി ഒരാൾ ഉദ്ധരിക്കുകയും ആ ഹദീസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഹദീസ് ഒന്ന് തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ രണ്ട് ഹദീസും ഒന്ന് തന്നെ. ഉദാഹരണത്തിന് ഹദീസ് സിഹർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചുള്ള ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ മിക്ക റിവായത്തിലും കാണാൻ സാധിക്കും ഉദ്ധരിച്ചത്. പക്ഷേ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാ ലഫ്ദിലും കാണാൻ പറ്റും. പക്ഷെ അത് മുത്തഫഖുൻ അലൈഹി ആണോ? അല്ലേ? രണ്ടും ഒരാളെന്നാണ് ഉദ്ധരിച്ചിട്ടുള്ളത്, മുത്തഫഖുൻ അലൈഹിയാണ്. അപ്പൊ ഇത് ഹദീസിന്റെ വിഷയത്തെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് ആൾക്കാർ ഉറക്കം പോയില്ലേ, നമുക്ക് പറഞ്ഞു പഠിക്കാം. അപ്പൊ ഈ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയാണ് ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇനി സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പദത്തിൽ നിന്ന് ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ്, ചില ആൾക്കാർ ഇമാം ബുഖാരി എന്ന് പറയുന്നത്, ചില ആൾക്കാർ ഇമാം അൽ ബുഖാരി എന്ന് പറയുന്നത്. ശരി, ഇമാം അൽ ബുഖാരി, അൽ ബുഖാരി പലരും മലയാളീകരിച്ച് പറയുന്നതാണ്, അതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ അറബിയിൽ എഴുതുമ്പോൾ ചില ആൾക്കാർ വെറും ബുഖാരി എന്ന് മാത്രമേ അങ്ങനെ എഴുതാൻ, അൽ ബുഖാരി എന്നാണ് എഴുതാൻ പാടുന്നത്. ഇമാം അൽ മുസ്ലിമാണോ ഇമാം മുസ്ലിമാണോ? മുസ്ലിം. അഹ്സൻ. അപ്പോ സഹോദരങ്ങൾ, ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ബാബുൻ അഫ്ദലുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ പ്രാർത്ഥനയാണ്. അത് എവിടെ നിന്നാണ് കിട്ടിയത് അദ്ദേഹത്തിന്? ഇമാം ബുഖാരിയെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത് ഫിഖ്ഹുൽ ബുഖാരി ഫീ തറാജിമിഹി, ഇമാം ബുഖാരിയുടെ മതവിജ്ഞാനം നിങ്ങൾക്ക് കാണണോ, അദ്ദേഹത്തിന്റെ ഹദീസുകൾക്ക് കൊടുത്ത തലക്കെട്ട് വായിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും ചില ഹദീസുകൾ വായിച്ചു കഴിഞ്ഞാൽ. നമുക്ക് മനസ്സിലാവില്ല ഈ ഹദീസിൽ എവിടാണ് ഇതിനുള്ള തെളിവുള്ളത്. ഉദാഹരണത്തിന് പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവർ പിന്നെ വ്യഭിചാരാരോപണം ഉണ്ടായിരുന്നു സഫർ റളിയല്ലാഹുമായി ബന്ധപ്പെട്ട്. ആ ഹദീസ് ഇമാം ബുഖാരി ഒരു സ്ഥലത്ത് എടുത്തു കൊടുത്തിട്ടുള്ളത് സ്ത്രീകൾക്ക് തന്നെ തസ്കിയത്ത് കൊടുത്തു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് പുകഴ്ത്തി കഴിഞ്ഞാൽ, അവരെ പ്രശംസിച്ചു കഴിഞ്ഞാൽ സ്വീകാര്യമാണോ അല്ലേ എന്ന അധ്യായത്തിന്റെ തീരുകയാണ് അദ്ദേഹം ഹദീസ് കൊടുത്തിട്ടുള്ളത്. ആ ഹദീസിൽ എന്തുണ്ട്? പരസ്പരം സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പുകഴ്ത്തിയ സംഭവമുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത ഭാഗമാണത്. ആ ഹദീസ് നമ്മൾ കണ്ടാൽ നമുക്ക് എന്താ കിട്ടുന്നത്? നിങ്ങളൊരു കാര്യം ആലോചിക്കും.
ഇമാം ബുഖാരിയുടെ മതത്തിലുള്ള വിവരം, അദ്ദേഹത്തിന്റെ ബുദ്ധി, അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ തർജുമകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് ബാബു അഫ്ളലിൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ ഹദീസ്. എന്നിട്ട് അദ്ദേഹം ഈ ഹദീസാണ് അതിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഈ ഹദീസ് അദ്ദേഹം എടുത്തു കൊടുത്തു. അതിന് എവിടുന്നാണ് അദ്ദേഹത്തിന് ഇത് കിട്ടിയത്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പദത്തിൽ നിന്ന്. ഇസ്തിഗ്ഫാറുകളുടെ നേതാവ്. അപ്പൊ നേതാവിന്റെ പ്രത്യേകത എന്താണ്? നേതാവ് അവരുടെ കൂട്ടത്തിലെ എല്ലാ പ്രശ്നങ്ങളിലേക്കും മടങ്ങിച്ചെല്ലുന്ന, എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന വ്യക്തിയായിരിക്കും നേതാവ്. അപ്പൊ നേതാവ് എന്ന പദത്തിൽ നിന്നാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇസ്തിഗ്ഫാറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പദം നിങ്ങളുടെ മുന്നിലിപ്പുള്ള ആ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് ഇസ്തിഗ്ഫാറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയാണ് അതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇനി ആ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം ആ പ്രാർത്ഥനയുള്ള അല്ലാഹുമ്മ എഴുതിയേക്കണ്ടവർക്ക് എഴുതിയേക്കണ്ടോ? ഇതിന്റെ ഇപ്പുറത്ത് സ്ഥലമൊക്കെ ഉണ്ട്, ഫാനുള്ള ആളുകൾക്ക് എഴുതിയൊക്കെ ചെയ്യാം. ആദ്യമുള്ളത് അല്ലാഹുമ്മ എന്നാണ്. എന്താണ് അല്ലാഹുമ്മ എന്ന പദത്തിന്റെ അർത്ഥം? അല്ലാഹുവേ, അല്ലാഹുവിനെ വിളിക്കാൻ അല്ലാഹുമ്മ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, താലിബുൽ ഇൽമികൾ ആർക്കെങ്കിലും ഉപകാരപ്പെടും. ലാ ഖിലാഫ അന്ന ലഫ്ളത അല്ലാഹുമ്മ മഅനാഹാ യാ അല്ലാഹ്. അല്ലാഹുമ്മ എന്ന പദത്തിന്റെ അർത്ഥം അല്ലാഹുവേ എന്നാണ്, യാ അല്ലാഹ് എന്നതാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും യോജിച്ച അഭിപ്രായമാണ്. മാത്രമല്ല വലിഹാദാ ലാ തുസ്തഅമലു ഇല്ലാ ഫിത്തലബ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഇങ്ങനെ പറയാൻ പാടില്ല. വെറുതെ അല്ലാഹുമ്മ എന്ന് പറയുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലാഹുമ്മ ഗഫൂറുർ റഹീം എന്ന് പറയും അവിടെ പാടില്ല. അല്ലാഹുവേ ഗഫൂറും റഹീമുമാണ് നീ എന്ന് പറഞ്ഞാൽ അവനെ പുകഴ്ത്താൻ പാടില്ല, അങ്ങനെയില്ല. അല്ലാഹുമ്മ എന്നത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി പറയുന്ന വിളിയാണ്. അല്ലാഹുമ്മ എന്നത് ചോദിക്കാൻ വേണ്ടി അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ജലാഉൽ അഫ്ഹാം എന്ന പുസ്തകം, ജലാഉൽ അഫ്ഹാം ഫീ ഫദ്ലി സ്വലാത്തി അലാ ഖൈറിൽ അനാം, ഇബ്നുൽ ഖയ്യിമിന്റെ പുസ്തകമാണ്. ജലാഉൽ അഫ്ഹാം എന്ന് പറഞ്ഞാൽ തെലുങ്ക് കിട്ടും. സ്വലാത്തുകളുടെ ശ്രേഷ്ഠത പറയുന്ന പുസ്തകമാണ്. വളരെ കുറെ ധാരാളം ഫായിദകൾ താലിബുൽ ഇൽമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വായിച്ചിരിക്കേണ്ട പുസ്തകം, വളരെ ഉപകാരം കിട്ടുന്ന പുസ്തകമാണ്. ഇത് ചില ആൾക്കാർ കേൾക്കുന്നത് എന്താണ് കുറെ അറബി പുസ്തകത്തിന്റെ പേരൊക്കെ പറയാം. നിങ്ങളത് ഉപകാരപ്പെടുത്തണം. കാലാകാലം ഈ മലയാള ക്ലാസ്സും കേട്ട് ഇങ്ങനെ നടക്കാന്നുള്ളതല്ല. അറബി പഠിക്കണം, ഇതൊക്കെ വായിക്കണം. നിങ്ങൾക്കൊക്കെ വായിക്കാനുള്ള പുസ്തകമാണ്, നല്ല പുസ്തകമാണ്. സ്വലാത്തിന്റെ ശ്രേഷ്ഠത പഠിപ്പിക്കുന്ന പുസ്തകം. ശരി, ആ പുസ്തകത്തിൽ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു അല്ലാഹുമ്മ. മീമ അവിടെ ശബ്ദ കൂട്ടി പറയാനുള്ള കാരണം എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു ചുരുക്കം ഞാൻ പറയാം. അറബി ഭാഷയിൽ മീമിന് ശബ്ദ കൂട്ടി പറയുക അല്ലെങ്കിൽ മീമ് എന്ന പദം വരിക എന്നതിന്റെ അർത്ഥം, അങ്ങനെ വന്ന പദങ്ങൾ ബഹുഭൂരിപക്ഷം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുമിച്ച് നിൽക്കുക, ഒരു കൂട്ടം, ഒരു ജമഅന്റെ അർത്ഥം ഉണ്ടാവും. മീം എന്ന പദം, മീം എന്ന അക്ഷരം അറബി ഭാഷയിൽ വന്നപ്പോ ലമ്മ, ജമഅ, അതിൽ മീമ് വന്നിട്ടുണ്ടെങ്കിൽ, മീമ് ശബ്ദ കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാത്തിനെയും ഒരുമിപ്പിക്കുക എന്ന ഒരു അർത്ഥം അതിന് കിട്ടും. അപ്പൊ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് അല്ലാഹുമ്മ എന്ന പദത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിളിയാണ് അല്ലാഹുമ്മ. എല്ലാ അസ്മാകളും, അള്ളാഹുവിന്റെ നാമങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിനെയൊക്കെ എന്താ പറയാ അറബിയിൽ മലയാളത്തിൽ സാംശീകരിക്കാൻ പറയും, അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പദമാണ് അല്ലാഹുമ്മ. നിങ്ങൾ അല്ലാഹുമ്മ എന്ന് വിളിക്കുമ്പോൾ അതിൽ നിന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ആ പദം വിളിക്കുക. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ അനേകം സമയം അല്ലാഹുമ്മ എന്ന പദം കൂടുതൽ കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ പലപ്പോഴും കാണാൻ സാധിക്കുന്ന അല്ലാഹുമ്മ എന്ന. രണ്ടാമത്തേത് റബ്ബന അല്ലെങ്കിൽ റബ്ബി എന്ന പദമാണ്. ശരി, ഈ അർത്ഥത്തിൽ ഹസനുൽ ബസറി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു നോക്കൂ, താബിഈ പണ്ഡിതനാണ് അദ്ദേഹം. അല്ലാഹുമ്മ മുജ്മിഉ ദുആ
അല്ലാഹുമ്മ എന്ന പദം പ്രാർത്ഥനകളെ മുഴുവൻ യോജിപ്പിക്കുന്ന പദമാണ്. അബൂ റജാ അൽ-ഉസാരിദി അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മീമ ഫീ ഖൗലിഹി അല്ലാഹുമ്മ ഫീഹാ 99 ഇസ്മ മിൻ അസ്മാഇല്ലാഹ്. അല്ലാഹുമ്മ എന്ന പദത്തിലുള്ള മീമിൽ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ എല്ലാ അസ്മാകളും ഉൾക്കൊണ്ടിട്ടുണ്ട്. അന്നദുർ ഇബ്നു ശമീൽ പണ്ട് അത് ആരെന്ന് എനിക്കറിയില്ല, ഇബ്നു ഖയ്യിം ഉദ്ധരിച്ചാണിത്. മൻ ഖാല അല്ലാഹുമ്മ ഫഖദ് ദഅ അല്ലാഹ ബിജമീഇ അസ്മാഇഹി. ആരെങ്കിലും അല്ലാഹുമ്മ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവൻ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളെയും മുൻനിർത്തിയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഈ വാക്കിന് വലിയ അർത്ഥമുണ്ട്. അല്ലാഹു